ഇനിയാണ് നമുക്ക് വേറെ രണ്ട് ഓപ്പറേറ്റേഴ്സ് കാണാനുള്ളത്. സംതിങ് കോൾഡ് ആസ് എ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഇങ്ങനെ രണ്ട് ഓപ്പറേഷൻ കൂടെ നമുക്ക് കാണാം. അതും ബിറ്റ് വൈസ് ഓപ്പറേറ്റർ തന്നെ. ഓക്കെ, സോ let us take the same example. എക്സ് ഇതാണെന്നിരിക്കട്ടെ. എക്സ് ഇതാണെന്നിരിക്കട്ടെ. സോ ഇൻ ബൈനറി എക്സ് ഇസ് 1 0 1 0. ഓക്കെ, ഇതിന് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റും വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഇട്ട 4 പൂജ്യങ്ങളുടെ വരെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഇസ് equivalent to saying this is 0 0 0 0 1 0 1 0. Okay, ഇനി നമ്മൾ പറയാണ് നെക്സ്റ്റ് ഈസ് ദി ലെറ്റ് us look what is called as the left. now this inverse കഴിഞ്ഞു. Let us write the heading on top. Now we want to know what is known as the a left shift operator. Okay, അപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു നമ്പറിനെ, ഈ ഒരു ബൈനറി നമ്പറിനെ ഇടത്തേക്ക് തള്ളുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, യു ആർ പുഷിംഗ് ദിസ് നമ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് എക്സ്, ഇതാണ് സിമ്പിൾ ഷിഫ്റ്റിംഗ് ടു, അതായത് 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, it tells you that you shift the numbers 2 times to the left. എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ ഇതിനെ അങ്ങോട്ട് തല്ലാന്ന് ചോദിക്കും. 2 സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്ന് തോന്നേണ്ടി വരും. കാരണം 2 സ്ഥാനം ഇടത്തേക്കാണ് നീങ്ങിയത് അല്ലെ, ഇങ്ങോട്ടല്ലേ. ലെഫ്റ്റ് മീൻസ് ഇറ്റ് ഇസ് ദിസ് സൈഡ്. സോ ഇത് നമ്മൾ എങ്ങനെ എഴുതും? 0 0, അത് കഴിഞ്ഞ് പിന്നെ എന്താ ഉള്ളത്? 1 0 1 0 അല്ലേ. പക്ഷെ ഇത് നമ്പർ തരണ്ട, ഇത് 4 4 8 ഉണ്ട്, ഇതിപ്പോ 6 ആയിട്ടുള്ളൂ അല്ലേ, ബാക്കി 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് തള്ളിയ മാറ്റിയ, അപ്പൊ വേക്കന്റ് ആയിരിക്കുന്ന സ്ഥലം എന്തായാലും 0 ഉണ്ടോ, സോ ദാറ്റ് ഈസ് 0 എന്നാലോചിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇട്ട പൂജ്യത്തിന്റെ വില മനസ്സിലാവുക. ഓക്കെ, സിമിലർലി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ നമ്മൾ ഇവിടെ എത്ര നമ്പർ ആണോ കൊടുക്കണം അത്രയും തവണ ഇതിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് 3 ആണെങ്കിൽ എന്ത് പറ്റും? ഇതിനെ ഇപ്പുറത്തൊരു 1 പൂജ്യം ഇവിടെ വരും. ഒരു സ്ഥലം കൂടെ, ഒരു 0ക്ക് പകരം ഒരു 0 ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 1 0 1 0 0 0 0 ആയിട്ട് വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. So after a left shift operation, we will get an answer like this. ഇപ്പോൾ നമ്മൾ x ഇങ്ങനെ കൊടുത്തുന്നിരിക്കട്ടെ, ഇനി നമ്മൾ പ്രിന്റ് x കൊടുക്കുകയാണെങ്കിൽ you will get this answer. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ 2 അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് എന്താണ് കിട്ടുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, സിമിലർലി there is a right shift operator. So let us say the symbol is here, the symbol is നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആലോചിച്ച് കിട്ടാവുന്നല്ലോ, റൈറ്റിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറയാണ്, സോ ലെറ്റ് us again take x equal to 10. Okay, and they are saying x is shifted 2 times, right shifted 2 times. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ x എന്നുള്ളത് 0 0 0 0 1 0 1 0 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സ്ഥാനം ഇങ്ങോട്ടേക്ക് തള്ളുന്നു, പുഷിങ് ഇറ്റ് ഔട്ട്. അപ്പൊ എന്ത് പറ്റും നോക്കി, ഈ 1 0 ഇല്ല അല്ലെ. ഇത് ഇവിടുന്ന് തള്ളി പോയി കഴിഞ്ഞാൽ ഈ 2 പേര് പുറത്താവും, ഈ 10 ഇവിടെ വന്നിരിക്കും അല്ലെ. അപ്പൊ എന്ത് പറ്റും നോക്കിയേ, 0 0 0 0, ലാസ്റ്റ് 2 ഡിജിറ്റ് 10 ആണ്. കാരണം ഈ 2 പേരും ഷിഫ്റ്റ് ചെയ്ത് പോയി വരും, അതിന് പകരം ഈ 2 പേരും ഇവിടെ വന്നിരുന്നു. അപ്പൊ ഇവർക്ക് പകരം ആരായിരിക്കും? ഇവർക്ക് വരും 0 ആയിരിക്കും. Okay, zeros will occupy their position. So this is the right shift operator. Right leg ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, മറ്റേത് ലെഫ്റ്റ് leg ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. Okay, so this is the bitwise operators or the bitwise operators. There are also some of these operators are also called as the logical operator. Logical എന്ന് പറയാൻ കാരണം നമ്മുടെ ആൻഡും ഓറും നോട്ടും ആണ്. ഓക്കെ, ഇനി ഒരു ഓപ്പറേറ്റർ കൂടെ നമുക്ക് കാണാനുണ്ട്. ഓക്കെ, so now you know what is the AND operator, the OR operator, your
നോട്ട് ഓപ്പറേറ്റർ ആൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ് ആൻഡ് റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. ഓക്കെ, ഇനി let us take a special kind of operator. Okay. ഞാൻ ഒരു ട്രൂത്ത് ടേബിൾ എഴുതുക. ഓക്കെ, എക്സും വൈയും മേ ബി ലെറ്റ് us say ഇസഡ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. ഓക്കെ, എക്സും വൈന്റെ ഇൻപുട്ടുകൾ, എക്സും വൈ ഇൻപുട്ടുകളാണ്, ഇസഡ് ആണ് എന്റെ ഔട്ട്പുട്ട്. ഇതെന്താ പറയുന്നത് നോക്കുക. ഇങ്ങനെ ഒരു ട്രൂത്ത് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എന്ത് സ്പെഷ്യാലിറ്റി നമുക്ക് പറയാൻ പറ്റുക? എപ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ട് 1 ആവണത്? ഔട്ട്പുട്ട് 1 ആകണമെങ്കിൽ either of the input should be 1. രണ്ട് ഇൻപുട്ടുകളും ഒരേപോലെ ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. ഓക്കെ, നമ്മൾ സാധാരണ ഈ ബാത്റൂമിലെ സ്വിച്ചസ് പോലെ ഒരു സ്വിച്ച് ഇട്ട് ഓൺ ആവും, മറ്റേ സ്വിച്ച് കൂടി ഓൺ ആക്കിയാൽ രണ്ടും കൂടി ഓഫ് ആയിരിക്കും. അല്ല, അപ്പൊ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ ബാത്റൂമിൽ ലൈറ്റ് കത്തുള്ളൂ. എന്ന മെക്കാനിസം പലയിടത്തും ഉണ്ട്. Okay, only when one switch is turned on should be turned on, both switches are on should be off. Okay, that logic is recognized by this table. Okay, ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദി ഓർ ഗേറ്റ്. ഒറ്റ വ്യത്യാസം, ലാസ്റ്റത്തെ മാത്രം വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഓർ ഗേറ്റ്. യു കോൾ ദിസ് ആസ് ദി XOR gate. XOR gate or the exclusive OR gate. Exclusive OR gate. അതായത് ഈ രണ്ട് പേരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുക. This is exclusive OR gate or the XOR gate. ഇതിന്റെ ട്രൂത്ത്, ഇതിന്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ എഴുതിയ പോലെ എഴുതാം. x = a × b എന്നോ അല്ലെങ്കിൽ എന്താ y = a × b എന്നോ അല്ലെങ്കിൽ a + b എന്നോ പോലെ നമുക്ക് എഴുതാൻ പറ്റും. It can be said that z is equal to x complement y plus x y complement. നമുക്ക് പഠിക്കാനില്ല, ഇപ്പൊ ഉടനെ പഠിക്കാനില്ല, പക്ഷെ ഫർദർ സെമസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ലോജിക്കൽ ഇക്വേഷൻ ട്രൂത്ത് ടേബിൾ ആണ് ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം, വീട്ടിൽ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. This is the logical equation for your XOR gate. Okay, അപ്പൊ നമ്മളോട് പറയണ x = 10, y = 12. Okay, now this is not, I'm sorry, this is not the left shift operator. This is the XOR operator. Okay, XOR operator. അപ്പോ ഈ XOR ഓപ്പറേറ്ററിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് this what is called as the caret symbol. നമ്മൾ raise to എന്ന് എഴുതില്ലേ, ഷിഫ്റ്റ് അമർത്തിയിട്ട് എനിക്ക് നമ്പർ 5 on your keyboard മുകളിലുള്ള 5ന് മേലെ കിടക്കുന്ന ഈ സിമ്പിൾ 5ഓ 6ഓ മേലെ ഈ സിമ്പിളാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, സോ ദിസ് ഇസ് എ caret symbol, CARET caret symbol. ഇതാണ് നമ്മൾ XOR ന് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ പറയണ let us say z = x or y എന്ന് എഴുതാന്നിരിക്കട്ടെ. Okay, so let us take our previous example. X is 10. അപ്പൊ x എന്തായിട്ട് വരും? x നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് 1 0 1 0 ആണ്. ഇനി y എന്താണ്? y 1 1 0 0 ആണ് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, XOR y നോക്കാം. XOR y. Now let us say രണ്ടും 0 ആണ്. രണ്ടും 0 ആണെങ്കിൽ ഇവിടെ 0 ആണ് വരുന്നത്. ഇനി 1 0 1 0 1 ആയി മാറും അല്ലേ? ഇനി 0 1 അതും 1 ആയി മാറും. 1 1 1 1 0 1 അല്ലേ? So this is your answer. Now what is this one? ഇത് നമുക്ക് കിട്ടിയ 0 1 1 0 2 ആണ് നമ്മുടെ ഇസഡിന്റെ വാല്യൂ അല്ലേ? ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഡെസിമൽ ആക്കി മാറ്റണം. അപ്പൊ ഇതെന്താ? ദിസ് ഇസ് 0 1 1 0. ഇവിടെ into 2 raised to 0 into 2 raised to 1 into 2 raised to 2 into 2 raised to 3. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് വരും? ദിസ് ഇസ് 0 plus 4 അല്ലേ, plus 2 plus 0, so that is 6 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നമ്മൾ സാധാരണ ഈ ഒരു XOR ഗേറ്റിനെ നമ്മൾ ഇറ്റ്സ് നോട്ട് എ ബേസിക് ഗേറ്റ്. ഓക്കെ, നമ്മൾ സാധാരണ ഈ XORനെ വിളിക്കാറുള്ള കോമ്പിനേഷൻ ഗേറ്റ് ആണ്. കാരണം എന്താ വെച്ചാല് ഇവിടെ എന്തൊക്കെ നമുക്ക് അറിയുന്ന എല്ലാ ഓപ്പറേഷൻ വന്നു അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഇവിടെ ആൻഡ് ഗേറ്റ് വന്നിട്ടുണ്ട്,
ഓർ ഓപ്പറേഷൻ വന്നിട്ടുണ്ട്, പ്ലസ് ആണ്, കോംപ്ലിമെന്റ് നോട്ട് ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന എല്ലാ ബേസിക് ഗേറ്റ്സും വെച്ച് ഉണ്ടാക്കിയ ഒരു ഗേറ്റ് ആണ് ഇത്. സോ ദിസ് ഇസ് നോൺ ആസ് എ കോമ്പിനേഷൻ ഗേറ്റ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 5ാം സെമസ്റ്ററിലും 6ാം സെമസ്റ്ററിലും പഠിക്കാനുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. അപ്പൊ നിങ്ങളുടെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ക്യൂ പൈത്തൺ എടുത്തിട്ട് ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ക്യൂ പൈത്തൺ എടുക്കുമ്പോൾ നിങ്ങൾ എഡിറ്ററിൽ പോകേണ്ട, നേരിട്ട് ടെർമിനലിൽ ചെന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്താണ് ബ്ലാക്ക് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് വരും. കീബോർഡിൽ നിന്ന് നമ്മൾ ഇത് ടൈപ്പ് x=10 y=10 നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. സോ ദിസ് ഇസ് ഹൗ ദ കാൽക്കുലേഷൻസ് കം. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പാർട്ട് ഇതോടുകൂടി കഴിയുകയാണ്. ഓക്കെ.